ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം, ആരാണ് ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുക? ചില വ്യക്തികൾ ഇങ്ങനെ പറയാറുണ്ട്, ക്രിസ്ത്യാനികളുടെ ദൈവം വിവാഹം കഴിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഭാര്യയുണ്ടോ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നത് എന്നുള്ളൊരു വിഷയം അല്ലെങ്കിൽ ഒരു ചോദ്യം പല ആളുകളും ഉന്നയിക്കാറുണ്ട്. അവർ പറയുന്നത് അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ അവരുടെ ദൈവത്തിന്റെ അടിമകളാണ്. എന്നാൽ എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ അവരുടെ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നത് എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കൂടാതെ എല്ലാവരെയും ദൈവം തന്റെ മക്കൾ എന്ന് വിളിക്കുമോ? അങ്ങനെ വിളിക്കുമെങ്കിൽ അതിന് എന്താണ് കാരണം? വിളിക്കുകയില്ലെങ്കിൽ അതിന് എന്താണ് കാരണം? ഈ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിന്റെ 9-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമാകും. അബ്രഹാത്തിന്റെ സന്തതി ആയതുകൊണ്ട് അവരെല്ലാം മക്കളായിരിക്കണമെന്നില്ല. ഇങ്ങനെ പറയുന്നതിന്റെ കാരണം നമുക്കറിയാം, അബ്രഹാത്തിന് 2 മക്കളുള്ളതായിട്ട് കാണാം. ഒന്ന് ശാരീരികതയിൽ ഹാഗാറിൽ നിന്ന് ജനിച്ച ഇസ്മായേലും, 2 വാഗ്ദാന പ്രകാരം സാറയിൽ നിന്ന് ജനിച്ച ഇസഹാക്കിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ ദൈവം പറയുക, അബ്രഹാത്തിന്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് ഈ 2 മക്കൾ ഉണ്ടായതെങ്കിലും ദൈവം ഒരുവനെ സ്വന്തം മകനായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അവൻ വാഗ്ദാന പ്രകാരം ജനിച്ചേ പറ്റത്തുള്ളൂ. ആ വാഗ്ദാന പ്രകാരം ജനിക്കുന്ന വ്യക്തിയെയാണ് ദൈവം സ്വന്തം മകനായിട്ട് കാണത്തുള്ളൂ. ഏതാണ് ആ വാഗ്ദാനം? ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മാമ്രയുടെ ഓക്കുമരത്തിന് കീഴെ ഇത് അബ്രഹാത്തിന് ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടാകുന്നു. ദൈവത്തിന്റെ വാക്കുകൾ, വാഗ്ദാനം അവർ ഇത് അബ്രഹാത്തെയും സാറയെ അറിയിക്കുന്നു. അടുത്ത വസന്തകാലത്ത് ഞാൻ വരുമ്പോൾ തീർച്ചയായും സാറയ്ക്ക് ഒരു കുഞ്ഞ് ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനമുണ്ട്. ഈ ദൈവത്തിൽ നിന്നുള്ള വാഗ്ദാന പ്രകാരമാണ് ഇസഹാക്ക് ജനിച്ചത്. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുക, അബ്രഹാത്തിന് ജനിച്ചത് കൊണ്ട് അവനെ ദൈവത്തിന്റെ മകനായിട്ട് കാണണമെന്നില്ല, മറിച്ച് അവൻ ജനിക്കേണ്ടത് എപ്പോഴും വാഗ്ദാന പ്രകാരം ജനിക്കണം. വാഗ്ദാന പ്രകാരം ജനിച്ച ഇസഹാക്കിനെയാണ് ദൈവം തന്റെ സ്വന്തം പുത്രനായിട്ട് കണക്കാക്കുന്നത്. 8-ാം വാക്യം വായിക്കുമ്പോൾ, അതായത് വംശമുറയ്ക്കുള്ള മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, പ്രത്യുത വാഗ്ദാന പ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥ മക്കളായി കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഒരുവനെ ദൈവ പൈതലെന്ന് വിളിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ വാഗ്ദാന പ്രകാരം ജനിച്ച വ്യക്തിയായിരിക്കണം. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കണമേ, ഈ ഒരു വ്യവസ്ഥ അനുസരിച്ച് എന്നെയും എൻ്റെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും എങ്ങനെയാണ് ദൈവം തന്റെ മക്കളെന്ന് വിളിക്കുവാൻ ആയിട്ട് സാധ്യതയുള്ളത്? അല്ലെങ്കിൽ എന്തു വാഗ്ദാനം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മളെ ദൈവം സ്വന്തം മകനോ മകളോ ആയിട്ട് കണക്കാക്കുന്നത് എന്നുള്ളൊരു വിഷയത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഈ സംസാരിച്ച അതേ വിഷയം തന്നെ വീണ്ടും അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 28-ാം തിരുവചനത്തിൽ ഉറപ്പിച്ചു പറയുകയാണ്, സഹോദരരെ, നമ്മളാകട്ടെ ഇസഹാക്കിനെ പോലെ വാഗ്ദാനത്തിന്റെ മക്കളാണ്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് വിജാതിയരുടെ അപ്പോസ്തലൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനമാണ്. ഗലാത്യ എന്ന് പറയുന്ന ആ ഏരിയയിലുള്ള സഭകളെല്ലാം തന്നെ, അതിൽ കൂടുതൽ വരുന്ന വ്യക്തികളെല്ലാം വിജാതിയരായിട്ടുള്ള വ്യക്തികളാണ്. അവർ യഹൂദരല്ല. അവരോടാണ് അപ്പോസ്തലൻ ഇത് പറയുന്നത്, നമ്മളെല്ലാവരും ഇസഹാക്കിനെ പോലെ വാഗ്ദാനത്തിന്റെ പുത്രന്മാരാണ് എന്ന്. എന്നാൽ ഏതാണ് ഈ വാഗ്ദാനം എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 1-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ യേശുവും തന്റെ ശിഷ്യന്മാരും ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനത്തെ കാത്തിരിക്കുവിൻ എന്ന് യേശു പറയുക. അപ്പോൾ അവിടെ നമുക്കൊരു വാഗ്ദാനത്തെ യേശു എടുത്തു പറയുന്നതായിട്ട് കാണാൻ പറ്റും. എന്നാൽ ഏതാണ് ഈ വാഗ്ദാനം എന്ന് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ നമുക്ക് വീണ്ടും പുറകോട്ടേക്ക് പോകേണ്ടി വരും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമുക്ക് ഈ വാഗ്ദാനത്തെ കാണാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 26-ാം തിരുവചനം, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എന്നിവിടെ പറയുന്നുണ്ട്. ഇതേ വിഷയം തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 1-ന്റെ 4-ൽ നമ്മൾ കേട്ടത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം. ഈ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഏതൊക്കെ വ്യക്തികൾ സ്വീകരിക്കുന്നുവോ അവരെയാണ് ദൈവത്തിന്റെ വചനം ദൈവമക്കളെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്വർഗം തന്റെ സ്വന്തം പുത്രന്മാരായിട്ട് കണക്കാക്കുന്നത് എന്ന് നമുക്ക് ദൈവവചനത്തിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിനെക്കുറിച്ച് അപ്പോസ്തലന്മാർ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുകൂടെ നമുക്ക് പരിശോധിക്കാം.
അതിനു വേണ്ടിയിട്ട് നമ്മൾ അപ്പോസ്തലനായ പൗലോസിന്റെയും അപ്പോസ്തലനായ യോഹന്നാന്റെയും ലേഖനങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 15-ാം തിരുവചനം: നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മുഖാന്തരമാണ് നിങ്ങൾ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായി കാണും നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന്റെ പൈതലായി മാറുന്നത്, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ എങ്ങനെയാണ് പിതാവ് എന്ന് വിളിക്കുന്നതിന്റെ കാരണം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ അകത്ത് വന്നാലല്ലാതെ ഒരു വ്യക്തിയെയും ദൈവം സ്വന്തം പുത്രൻ എന്ന് വിളിക്കത്തില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും യേശുവിനെ പിതാവ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കത്തില്ല. വീണ്ടും അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ന്റെ 9-ാം തിരുവചനം പറയുന്നു: ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും കള്ളം പറയുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവന്റെ ഉള്ളിൽ വസിക്കുന്നു. എന്താണ് ഈ ദൈവ ചൈതന്യം എന്ന് പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായം അതിന്റെ 1-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വെള്ളത്തിനു മീതെ ദൈവത്തിന്റെ ചൈതന്യം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ആ ദൈവ ചൈതന്യം പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു വ്യക്തിയുടെ അകത്ത് ദൈവ ചൈതന്യമുണ്ട്. അപ്പോൾ ഈ ദൈവ ചൈതന്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തിയാണ് ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പൈതൽ എന്ന് വിളിക്കുന്നത് എന്ന് ഈ 2 അപ്പോസ്തലന്മാര് നമുക്ക് സാക്ഷ്യമായിട്ട് പറയുകയാണ്. അപ്പോൾ ഒരു വ്യക്തിയെ ദൈവം തന്റെ പുത്രൻ എന്ന് കണക്കാക്കണമെങ്കിൽ, മകനെന്നോ മകളെന്നോ വിളിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദാനത്തെ സ്വീകരിക്കാത്ത ഒരുവനെയും ദൈവം തന്റെ മകനെന്നോ മകളെന്നോ വിളിക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവം നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ ഉള്ളിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്? അതും യേശു തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യോഹന്നാന്റെ തന്നെ സുവിശേഷം 14-ാം അധ്യായം 23-ാം തിരുവചനം: എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും, അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്തു വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കണം. കൽപ്പനകൾ പാലിച്ചാൽ മാത്രമേ ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരത്തുള്ളൂ. ഇവിടെ പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കും. നമുക്കറിയാം, അനേക വ്യക്തികൾ ക്രിസ്ത്യാനി എന്ന് പറയുന്ന നാമധേയത്തിൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ അവരെല്ലാവരും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. കാരണം ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിന്റെ കൽപ്പനകൾ പാലിച്ചിരിക്കും, യേശു പറഞ്ഞത് അവര് ചെയ്തിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളിൽ മാത്രമേ പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കണം. ആ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ കൽപ്പനകൾ അല്ലെങ്കിൽ യേശുവിന്റെ ഉപദേശങ്ങൾ തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തികളിൽ മാത്രമേ പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ എന്ന് യേശു നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെയെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ദൈവം തന്റെ മക്കളായിട്ട് കണക്കാക്കുമോ എന്നുള്ളതാണ് അടുത്ത വിഷയം. നമുക്കറിയാം, ആദിമ മാതാപിതാക്കളായ ആദത്തിന്റെയും ഹവ്വയുടെയും പിന്തുടർച്ചക്കാരാണ് ഇന്ന് ഭൂമിയിൽ കാണുന്ന സകല മനുഷ്യരും. അങ്ങനെ നോക്കുമ്പോൾ, ശാരീരികതയിൽ നോക്കുമ്പോൾ എല്ലാവരുടെയും പിതാവ് എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. എന്നാൽ എല്ലാവരെയും ദൈവം സ്വന്തം മക്കളായിട്ട് കണക്കാക്കുമോ എന്ന് ചോദിച്ചാൽ വചനം പറയുന്നു, തന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാത്ത വ്യക്തിയെ ഒരിക്കലും ദൈവം തന്റെ മകനായിട്ട് അല്ലെങ്കിൽ മകളായിട്ട് സ്വന്തം ജനമായിട്ട് കാണത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഇതൊരു ഡിസ്ക്രിമിനേഷൻ അല്ലേ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ കടന്നു വരാം. എന്നാൽ ദൈവം പറയുന്നത് ഇതാണ്, ലോകത്തുള്ള സകല മനുഷ്യർക്കും ദൈവത്തിന്റെ പുത്രന്മാരോ പുത്രിമാരോ ആകാനായിട്ടുള്ള ചാൻസ് ദൈവം കൊടുക്കുന്നുണ്ട്. എന്താണ് ആ ചാൻസ്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാം തിരുവചനം: തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ കഴിവ് നൽകുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ യേശുവിനെ അല്ലെങ്കിൽ വചനത്തെ സ്വീകരിക്കുകയും യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഇതാ ദൈവ പൈതലാകാനുള്ള ചാൻസ് ദൈവം തന്നിരിക്കുക. ഇന്ന് നമ്മൾ കേട്ട ഈ ക്ലാസ്
പരിശുദ്ധാത്മാവിനെ കുറിച്ചും ദൈവമക്കൾ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി എന്ന് വിശ്വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.